കെ.ബി. ശ്രീധരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ പ്രതീക്ഷകളുണ്ട് ഇന്ന്. ഈ ഒരുപക്ഷെ നല്ലൊരു വാർത്ത കേൾക്കാൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഇന്ന്. ആരംഭിച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുൻപാണ് ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് തീരത്ത് നിന്ന് മണ്ണ് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ കെ.വി. രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ലീഡ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഏവർക്കും ഉള്ളത്. ഏതായാലും അവിടെ സേനാ വിഭാഗങ്ങൾ എല്ലാം തന്നെ അവിടെയുണ്ട്. അവരെല്ലാം ചേർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ഈ 60 മീറ്റർ ആഴത്തിലേക്ക് 60 അടി ആഴത്തിലേക്കും 20 അടി മുന്നിലേക്കുമുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് കാര്യമായി നടത്തുന്നത്. ഈ അടിത്തട്ടിൽ, ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ബലഗാവിയിൽ നിന്ന് ഈ ബാഹുബലിയെ തന്നെ കൊണ്ടുവന്നത്. ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോഴും പുഴയിൽ തുടരുന്നുണ്ട്. സേനാ വിഭാഗങ്ങൾ, ദുരന്ത നിവാരണ സേനയും കരസേനയും നാവികസേനയും ചേർന്നിട്ടുള്ള സേനാ വിഭാഗങ്ങൾ ഈ വെള്ളത്തിൽ, പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഒരു സിഗ്നൽ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. 40 മീറ്റർ, ഈ മൺകൂനയിൽ നിന്ന് കരയിലേക്കുള്ള ദൂരത്തിൽ 40 മീറ്റർ ദൂരത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സിഗ്നലിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഒരു പ്രതിസന്ധി എന്നുള്ളത് ഇവിടെ ഇറങ്ങിയുള്ള മുങ്ങി തപ്പുന്ന ഒരു നടപടിയിലേക്ക് പോകാനായിട്ടില്ല. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ഒഴുക്ക് പുഴയിലുള്ള ഒരു സാഹചര്യത്തിൽ. ഇതുകൂടാതെ കുത്തിയൊലിച്ചാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ നിറം ഏതാണ്ട് ചെമ്മണ്ണ് കലർന്ന് ഉള്ള ഒരു നിറത്തിലാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ മുങ്ങിപ്പോകുന്ന ഡൈവർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച ലഭിക്കാത്ത ഒരു സ്ഥിതി വരും. ഇതോടൊപ്പം തന്നെ അടിയൊഴുക്ക് കൂടി ശക്തമാകുമ്പോൾ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനാവാത്ത ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും സമാന്തരമായി 2 പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പുഴയിലും നടക്കുന്നുണ്ട്, കരയിൽ പുഴയുടെ തീരത്തും ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, വേണ്ടി വന്നാൽ ഇതുപോലെ ഒരു യന്ത്രം കൂടി മംഗലാപുരത്ത് നിന്ന് എത്തിക്കാനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിട്ടയർഡ് മേജർ ജനറൽ, ഈ രംഗത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തും. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ അല്ലെങ്കിൽ ചെളിയിലൊക്കെ പൂണ്ടുകിടക്കുന്ന സാധനങ്ങളെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പരിശോധന. അതിന്റെ ബാറ്ററി ഉൾപ്പെടെയുള്ളവ നാളെ ഉച്ചയോടുകൂടി മാത്രമേ ഇവിടേക്ക് എത്തുള്ളൂ. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ പരിശോധനകൾ നടക്കുക. ഏതായാലും കിട്ടാവുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഇന്നും നാളെയുമായി നടക്കുക. ഏതായാലും ഈ 2 ദൗത്യത്തിന്റെ റിസൾട്ട് അതിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയായിരിക്കും ഈ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ തിരച്ചിൽ എന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം ഉണ്ടാവുക. ഏതായാലും നിലവിൽ ഈ കരയിലും അതുപോലെ തന്നെ പുഴയിലും ഒരുപോലെ പരിശോധനകൾ തുടരുകയാണ്. ശരി, കെ.ബി. ശ്രീധരനും കെ.വി. രാഹുലുമാണ് വിവരങ്ങൾ നൽകിയത്. 9ാം ദിവസമാണ് തെരച്ചിൽ. നിർണായകമായ ഘട്ടത്തിലേക്ക് തെരച്ചിലെത്തുകയാണ്. വലിയ പ്രതീക്ഷകളുണ്ട്.